ദേശീയപാത വികസനം ആരംഭിച്ച് വർഷങ്ങൾ കഴിഞ്ഞിട്ടും ദേശീയപാതയ്ക്ക് കുറുകെ കടന്നുപോകുന്ന തോടുകളുടെ നിർമ്മാണം പൂർത്തിയായില്ല. ഇത് കാലവർഷക്കാലത്ത് വെള്ളപ്പൊക്കത്തിന് കാരണമാകും. പന്മന, ചവറ പഞ്ചായത്തുകളിലെ വിവിധ പ്രദേശങ്ങളിലാണ് വെള്ളത്തിനടിയിലാകാൻ സാധ്യത. ദേശീയപാത വികസനം തുടങ്ങി വർഷങ്ങൾ കഴിഞ്ഞിട്ടും ദേശീയപാതയ്ക്ക് കുറുകെ കടന്നുപോകുന്ന തോടുകളുടെ നിർമ്മാണം പൂർത്തിയായില്ല. കാലവർഷം എത്തുന്നതോടെ ചവറയുടെ കിഴക്കൻ പ്രദേശങ്ങൾ വെള്ളപ്പൊക്ക ഭീഷണിയിലാണ്. ദേശീയപാത കടന്നുപോകുന്ന പന്മന, ചവറ പഞ്ചായത്തുകളിലെ പ്രദേശങ്ങളാണ് വെള്ളത്തിനടിയിലാകുന്നത്. കിഴക്കൻ പ്രദേശങ്ങളിൽ നിന്ന് ഒഴുകിയെത്തുന്ന ജലം റോഡിനടിയിലൂടെ കടന്നുപോകുന്ന തോട് വഴി TS കനാലിലാണ് എത്തുന്നത്. എന്നാൽ ദേശീയപാത വികസനം തുടങ്ങിയ ശേഷം മഴക്കാലത്ത് ഒഴുക്ക് തടസ്സപ്പെട്ട് പലയിടത്തും താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിനടിയിലായിരുന്നു. പിന്നീട് ജനപ്രതിനിധികൾ ഇടപെട്ട് താൽക്കാലിക സംവിധാനമൊരുക്കി പ്രശ്നം പരിഹരിക്കുകയായിരുന്നു. ചവറ ജംഗ്ഷൻ, ആക്കാടി ജംഗ്ഷൻ, പനന്തോടിൽ ജംഗ്ഷൻ, തട്ടാശ്ശേരി, നല്ലെഴുത്ത് ജംഗ്ഷൻ എന്നിവിടങ്ങളിലാണ് ദേശീയപാതയ്ക്കടിയിലൂടെ തോട് കടന്നുപോകുന്നത്. ഇതിൽ ഒരെണ്ണം മാത്രമാണ് പൂർണ്ണമായും പൂർത്തീകരിച്ചത്. മറ്റിടങ്ങളിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഭാഗികമാണ്. പന്മന പഞ്ചായത്തിൽ ചെമ്പിനാൽ കലിങ്ക്, വെറ്റമുക്ക്, പോരൂക്കര, ഇടപ്പള്ളിക്കോട്ട, പന്മന ക്ഷേത്രം, കന്നേറ്റ് ജംഗ്ഷൻ എന്നിവിടങ്ങളിലാണ് തോടുകൾ കടന്നുപോകുന്നത്. പലയിടത്തും നിർമ്മാണം പാതിവഴിയിലാണ്. KMML ഫാക്ടറിയുടെ വശത്തുകൂടിയുണ്ടായിരുന്ന തോട് സർവീസ് റോഡ് വന്നതോടെ ഇല്ലാതായ നിലയിലാണ്. മഴയ്ക്ക് മുമ്പ് മണ്ണുൾപ്പെടെയുള്ളവ നീക്കം ചെയ്ത് ജലമൊഴുകാനുള്ള സൗകര്യം ഒരുക്കണമെന്ന ആവശ്യവും ഉയർന്നിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, ചവറ.